ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെബ്രോണിക് സൗണ്ട് ബാറിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റി കൂടുതൽ നമുക്ക് റോബി റോബി പറഞ്ഞോ, നിങ്ങളുടെ ഈ സൗണ്ട് ബാർ എങ്ങനെയാണ്? അടിപൊളി സൗണ്ട് ആണ്. എങ്ങനെയാണ്? അടിപൊളി സൗണ്ട് ആണ്. നിങ്ങൾ മൂവി ഒക്കെ ഇതിലാണ് കാണാറുള്ളത്? ടി നിൽക്കുക അല്ലേ? ഓക്കെ, അതിൽ സൗണ്ട് എല്ലാം സൂപ്പർ അല്ലേ? നമ്മൾ തിയേറ്ററിൽ കാണുന്ന അതേപോലത്തെ സൗണ്ട് ആണ് അല്ലേ? എത്ര നാളായി ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട്? 6 മാസമായി. ഓക്കെ, അപ്പൊ വേറെ ഈ ടിവിയുടെ കൂടെ തന്നെയാണ്, ഇപ്പോൾ ഉള്ള ടിവിയുടെ കൂടെ തന്നെയാണ് ഇത് എപ്പോഴും നേരത്തെ വാങ്ങിച്ചത്? ഓക്കെ, അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ടി വി കാണുന്നത്, മൂവിയൊക്കെ കാണാൻ അല്ലേ? ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റോബിയുടെ വീട്ടിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഇവിടുത്തെ ടി വി റൂമുണ്ട്, റൂഫ് ടോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടി വി റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നമ്മുടെ സെബ്രോണിക്സിൻ്റെ 5.2 ചാനൽ വരുന്ന ഒരു സൗണ്ട് ബാറാണ്. അതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് 9550 Pro എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ അടിപൊളി സാധനമാണ്. നമ്മളിവിടെ വന്നിട്ട് കേട്ടൊക്കെ നോക്കി, സിനിമയൊക്കെ ഇട്ട് നോക്കി, പാട്ടൊക്കെ കേട്ട് നോക്കി, നല്ല അടിപൊളി സാധനമാണ്. അതിനും എൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഇപ്പോൾ വരുന്നത് 2023 ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 17,000 മാത്രമേ വരുന്നുള്ളൂ. ആ പ്രൈസ് റേഞ്ചിന് അടിപൊളി സാധനമാണ്, കിഡിലും സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാം. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൗണ്ട് ബാർ ജൂക്ക് ബാർ 9550 Pro Dolby 5.2. ഓക്കെ, ഇതിനകത്ത് തണ്ട വയർലെസ് റിയർ സാറ്റലൈറ്റ് സ്പീക്കറാണ്. അതിനൊക്കെ 5.2 ചാനൽ സറൗണ്ട് സൗണ്ട് ഉണ്ട്, RGB LED ലൈറ്റ്സ് ഉണ്ട്, മൾട്ടി കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, USB ഉണ്ട്, ARC ഉണ്ട്, ഓക്സിലറി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ വാട്ട്സ് എന്നുള്ളത് 625 വാട്ട്സാണ്. ബാക്കി ഇതിൻ്റെ വൂഫറിൻ്റെ സൈസും സൗണ്ട് ബാർ സാറ്റലൈറ്റിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ കൂടെ 2 സബ് വൂഫേഴ്സാണ് വരുന്നത്. സാധാരണ നമുക്ക് സൗണ്ട് ബാറിൻ്റെ കൂടെ അല്ലെങ്കിൽ സറൗണ്ട് സിസ്റ്റത്തിൻ്റെ കൂടെയൊക്കെ ഒരു സബ് വൂഫർ ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ കൂടെ 2 സബ് വൂഫേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ സ്പീക്കേഴ്സ്, അതിൻ്റെ റിയർ സാറ്റലൈറ്റ് സറൗണ്ട് സ്പീക്കേഴ്സ് വയർലെസ്ലി ഇതുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അങ്ങനെ വയർലെസ് സ്പീക്കേഴ്സ് കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആ ബാക്കിലുള്ള സ്പീക്കേഴ്സിന് പവർ മാത്രം കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, വയർലെസ്ലി ഈ സൗണ്ട് ബാറുമായിട്ട് അത് കണക്റ്റ് ആയിക്കൊള്ളും. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈ സബ് വൂഫർ ഓരോന്നും 125 വാട്ട്സ് ആണ്. ഒരെണ്ണം 125, അടുത്തത് 125. അതുപോലെ തന്നെ സൗണ്ട് ബാറിനകത്ത് 3 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, 75 വാട്ട്സിൻ്റെ 3 സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇത് ഡോൾബി ഡിജിറ്റൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് കണക്ടിവിറ്റി വരുന്നത് ബ്ലൂടൂത്ത് ഉണ്ട്, അതിനൊക്കെ ARC സപ്പോർട്ടാണ് വരുന്നത്. ഈ ARC ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഒരു നമുക്ക് USB കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് 5.2 ആണ്. അപ്പോൾ ഈ ARC ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, പക്ഷേ ഇതിൽ ARC മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അതുകൂടെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോ റിട്ടേൺ ചാനലാണ്. അപ്പോൾ അതെന്തായാലും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പുറകിലത്തെ ഈ 2 സ്പീക്കേഴ്സും 75 വാട്ട്സിൻ്റെ തന്നെയാണ്. ഇതും 75 വാട്ട്സ് 2 സ്പീക്കേഴ്സാണ്. Turns the sun rays and on we'll go through the wastelands, through the highways and on we'll go.
അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 625 വാട്ട്സ് ആണ് ടോട്ടൽ സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വോക്കൽ ക്ലാരിറ്റി. അതായത് മറ്റ് സൗണ്ട് ബാറുകൾ, മിക്കവാറും സൗണ്ട് ബാറുകൾക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മൂവിയൊക്കെ കാണുമ്പോൾ സൗണ്ട്, അതായത് എന്താണ്, വോയിസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും, ഡയലോഗ്സ് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വോക്കൽസ് കേൾക്കാൻ പറ്റും. നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഡയലോഗ്സ് കേൾക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. സൗണ്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അടിപൊളി സൗണ്ടായിരുന്നു. സൗണ്ട് ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് എൻ്റെ മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് എന്തായാലും നിങ്ങൾക്ക് സ്റ്റീരിയോയിൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇത് 5.1-ൻ്റെ ആ കറക്റ്റ് ഒരു 5.2-ൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടത്തില്ല. കാരണം അല്ലെങ്കിൽ അത് കറക്റ്റ് നമ്മൾ ഈ ഒരു ഒരു ഡെമോ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് എൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇപ്പോൾ ഒരു 17,000 മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് സൗണ്ട് ബാർ 5.2 ആയിട്ട് വരുന്നത് സെബ്രോണിക്സിന് എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. സോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാറ്റുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.